വന്നിട്ടുണ്ടാവും അവിടെ. ചിലപ്പോ അവര് 10 രൂപ ഉണ്ടെങ്കിലോ ഞാൻ മാത്രമാണെങ്കിലോ. ഓ കൊണ്ട 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 അവിടെ കണ്ണാപ്പിയുടെ ഉടുപ്പ് കണ്ട് ഞാൻ കണ്ണ തന്നെ ഇവിടെ വിളിച്ചിരുന്നോ? പഴം തിന്നോ? നേരത്തെ തന്നെ പഴം കഴിച്ചോ നീ? നേരത്തെ പഴം കഴിച്ചോ നീ? പഴം കഴിച്ചോ? പുതിയ വേണോ നിനക്ക്? എന്താ ബ്രോ? പേരെന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാറ്റണോ? ഇല്ല ബ്രോ, അങ്ങനെ പറഞ്ഞില്ലല്ലോ. നല്ല പേര്, നല്ല പേര്. പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം ബ്രോ. കാരണം എന്താ വെച്ചല്ലേ, ഈ പണ്ട് ജാമ്പുവിന്റെ അടുത്ത് സുരേഷ് രമേശിനെ കട്ടിയൊക്കെ ഇത് കൊള്ളാം. പറഞ്ഞ ബ്രോക്ക് എന്തേലും ഫുൾ നെയിം ഒക്കെ ബുദ്ധിമുട്ടുണ്ടോ? അതല്ലേ ബ്രോ, ഇപ്പൊ നമ്മൾ സംസാരിക്കണല്ലേ. എന്താ അല്ല നമ്മൾ ഈ സുരേഷ് രമേശിനെ കാട്ടി എന്തൊക്കെ സുമേഷ് രമേശ് ആരാണ്? മനസ്സിലായില്ല, അതാണ് പറഞ്ഞതാണ്. സുമേഷ് ആരാണ്? പറഞ്ഞാണ് ബ്രോ. സുമേഷ് രമേശ് കോമഡി പറഞ്ഞതാണ്. നമ്മളീ നമ്മക്ക് ഈ ബന്ധമില്ലാത്ത ആൾക്കാരായിട്ട് പറയുമ്പേ ഭയങ്കര മനസ്സിലാവണല്ല. നിങ്ങളെന്തോ പറയണല്ല. നമ്മൾ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവില്ല. ഒരു ബന്ധം കിട്ടും. അത് മനുഷ്യരൊക്കെ മനസ്സിലാവത്തില്ല, കുരങ്ങന്മാരൊക്കെ മനസ്സിലാവത്തില്ല. അതാണ് പ്രശ്നം. സത്യം, കുരങ്ങന്മാരൊക്കെ എങ്ങനെ മനസ്സിലാവാൻ? കുരങ്ങന്മാരായിട്ട് എന്താണ് പ്രശ്നം? ഭയങ്കര ഒബ്സസ്ഡ് ആണെന്ന് തോന്നുന്നു നിങ്ങള്. അപ്പൊ ഈ കുരങ്ങന്മാരായിട്ട് എന്തോ ട്രോമ ഉണ്ടായിട്ടുണ്ടാവും. നമ്മളെല്ലാരും ട്രിപ്പ് പോയിരുന്നു തായ്ലാൻഡ്. അപ്പൊ കുരക്കം വന്ന് നമ്മളെ പിടിക്കേക്ക് പിടിച്ചു. മനസ്സിലായി? ഒരു ഒറാകുട്ട ഞാൻ ഒരു ഊഞ്ഞാല്. അത് വല്ലാണ്ടൊരു ട്രോമ ആയിപ്പോയി. പഴം കണ്ട കീറങ്ങ് പിടിക്കും. നമ്മള് എന്നൊരു ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുമ്പോ പോലും ഇരിക്കുന്നത് ആലോചിച്ചേ. പണ്ടൊക്കെ ടിക്കറ്റ്, നിങ്ങളൊക്കെ ടിക്കറ്റ് എടുത്ത് കണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്ക് അറിയായിരുന്നോ? മറന്നോ? ഇപ്പൊ ചാടി ഇപ്പൊ ഫ്രീഡം കിട്ടിയാ. ഇപ്പൊ കുഴപ്പമില്ല. എന്താണ് കാണിക്കല്ലേ? എല്ലാം എന്റെ സാമാനം കയറി പിടിച്ച് പഴം കയറി തിന്നാ ജീവിച്ചു പോവുകയും ചെയ്യാം. എല്ലാത്തിനും ചെറുക്കനാണ് ഇവൻ. ഞാൻ ഇവന്റെ അടുത്ത് ഒരു ഡൗട്ട് വെക്കാനാണ് വന്നത്. എന്തോരാളെ ഇപ്പൊ കൂടിയത് ഇവിടെ. എനിക്ക് വേറൊന്നുമില്ലടാ, ഇവർക്ക് ഗ്യാങ് ഹൗസിൽ ഇവര് വള്ളി തൂങ്ങി കാട്ടിലെന്തോ ജീവിക്കുന്നതൊക്കെ പറയാം. സത്യം ചോദിക്കാൻ നമ്മ പറഞ്ഞല്ല 6067 നിങ്ങൾ വാടകീടാന്ന് പറഞ്ഞു ബ്രോ. വാടകീടാന്ന് അവിടെ വന്നാ കാണാൻ പറ്റുമോ? നീയൊക്കെ ഇതിനകത്ത് വെട്ടിയടക്കില്ല. പിന്നെ കാണല്ലോ. നമ്മളൊരു ട്രാവൽ ഏജൻസി തുടങ്ങുന്നുണ്ട്. അപ്പൊ സൂ വിസിറ്റിംഗ് ആണ് നമ്മുടെ പ്ലാനിങ്. അല്ല ബ്രോ, നമ്മുടെ മറ്റേ ഹൈവേ സൈഡ് അവിടെയോ നല്ല ഇത് ബ്രോ. പറഞ്ഞു കേട്ട കേൾവിയുള്ളൂ, എനിക്ക് പറഞ്ഞൂടാ. നിനക്ക് പറഞ്ഞൂടെ? പറഞ്ഞുള്ള കേൾവിയുണ്ട് ബ്രോ. അല്ലല്ല, സൂവിന്റെ അത്രയും ഡിമാൻഡ് ഒന്നും ഇല്ലടാ വേറെ അവിടെ. അതിന്റെ ഒറാങ്കുട്ടൻ തൂങ്ങി കിടക്കണതിന്റെ അത്രയും ഡിമാൻഡ് ഒന്നും. അതല്ല, ഇവർക്ക് സ്പെഷ്യൽ ഇതൊക്കെ ഉണ്ട്. സിംഹാളിലാണ് ഡിമാൻഡ്. ഇവരാണെന്ന് തോന്നുന്നു. ഇവരാണ് എടാ നിന്റെ വാലവിടെ പോടാ. വാല് നീ വെട്ടി കളഞ്ഞോ? നിക്കറന്നൂരി നോക്കട്ടെ. വാലുണ്ടോ നോക്കട്ടെ. നോക്കട്ടെ. വാലില്ല, പക്ഷെ ഫ്രണ്ടിലൊരു വലിയ തുളയുണ്ട്. ചിദംബരം കാണല്ലേ ഏട്ടാ? ഞാൻ നേരത്തെ പഴം നീ എടുത്ത് വെച്ചോ? നമുക്കറിയാവുന്നവരല്ലേ ബ്രോ. ബ്രോ ചിദംബരം നീ നമ്മൾ കണ്ടത്തെ ലോ കണ്ടിട്ടില്ലോടാ. നീ ആ വള്ളി പോകുന്ന കുരങ്ങല്ലോടാ. നീ എന്തിനാ ബോധിപ്പിക്കുന്നേ? മനുഷ്യന്മാർ ലോകം കണ്ടതുപോലെ എന്തായാലും കുരങ്ങന്മാർ കണ്ടിട്ടില്ല. മനസ്സിലായി? അതാണ് ബ്രോയ്ക്ക് അറിയാത്തവരെയൊന്നും. മനസ്സിലായോ? ബ്രോ പോണ ഗ്യാങ് പോയി വല്ല വള്ളിയിൽ തൂങ്ങി നടന്നത് അതേ പറ്റത്തുള്ളൂ. ഇടക്കിടക്ക് ഇറങ്ങി പറഞ്ഞ പഴത്ത് വാലിച്ചേ അതും ഊർജ്ജത്തോടെ അങ്ങ് എടുത്തു. ഹെൽമെറ്റ് അതേപോലെ വെച്ചോ. ചിരിക്കാൻ വയ്യ. ഹെൽമെറ്റ് വെക്കണേ. തൊലിക്കെട്ടി വെക്കണേ. ഇത് ഇവിടെ ഉച്ചോട്ടേ ഇവർ ഇത് തന്നെ പണി. ഞാൻ ഇടക്കിടക്ക് കൊടുക്കും, പഴം വെച്ച് കൊടുക്കും, അത് ഉറിഞ്ഞും പോവും. ഇത് തന്നെ കുരങ്ങന്മാർക്ക് പഴത്തിനടുത്തുള്ള ഒരു ആർത്തിയെ തീരത്തില്ലത്.
ഓസ്ട്രേലിയ അങ്ങനത്തെ പറയാനല്ലാണ് ഓസ്ട്രേലിയയിൽ ഒരു വീടുണ്ടാ അവിടെ ഉള്ളവന്മാർ നിന്നൊക്കെ വാരിപ്പറക്കി കൊണ്ടാണ് തല്ലിയത് അത് നിനക്ക് ഒബ്സഷൻ ഇതാണ് കാരണം മനസ്സിലായത് നമുക്കല്ല നിനക്ക് ഒബ്സഷൻ കുട്ടാ ഇല്ല, പഴം എടുക്കുക, പഴം തിന്നുക. ഫുൾ ഫോം എന്താ ബ്രോ? സോഡിയാക് 30. ഇത് 99 സ്റ്റൈല് പേരുണ്ട് സ്റ്റൈൽ എന്തായാലും പേരും സ്റ്റൈലുണ്ട് ചന്തിയില് തീട്ടം പറ്റിയൊക്കെയാണെങ്കിൽ കൂൾ ഗ്ലാസ് ഒക്കെ തന്നെ കുറവില്ല അതേ കണക്കാ. എന്താ എന്തേലും പറയാനെന്ന് പറ. ഇതിപ്പോ സോഡിയാക് 32 നോക്കാം, സൂ 32 നോക്കാം, എല്ലാം ഒന്ന് തന്നെയല്ലേടാ. നിങ്ങളെങ്ങനെയാണ് ഇത്ര മാച്ചിങ് ആയിട്ട് പേരെടുത്തത്? ഇനിയും ആർക്കുള്ള ഇനിയും ആർക്കുന്നില്ല സേഫ് സോണിന്റെ വാർണിംഗ് ഒന്നും ഇനിയും ആർക്കുന്നില്ല മനസ്സിലായോ നമുക്ക് നമ്മൾ കൊടുക്കേണ്ട പഴം വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് കൊരങ്ങനെ പറയുമ്പോ നിനക്ക് കൊള്ളുന്നില്ലടാ. അല്ല എന്താ നിനക്ക് ഒന്നോ നീ കൊരങ്ങനാണോ പറഞ്ഞേ? നിനക്കെന്ത് തോന്നുന്നുണ്ടോ കൊരങ്ങനെ പറയുമ്പോ നിനക്ക് ഇത്ര വേദന മനസ്സിലാവണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങ് പറഞ്ഞതാ കൊരങ്ങിൽ വെക്കേണ്ട. നീ കേറിയിട്ട് നിങ്ങളുടെ പേരല്ല പറഞ്ഞ കാര്യമല്ലേ ബ്രോ പൊട്ടനെ വേണ്ട. ഈ ജൂഡും മണ്ണൊക്കെ എന്നെ മനസ്സിലായോ പണം കൊണ്ടെത്തി ഞാൻ കൃപി നിന്റെ ശബ്ദം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ശബ്ദം നേരത്തെ നീല് വീഡിയോ സെയിം ഡ്രസ് ആയിരുന്നടാ എന്റെ നെറ്റ് വീഡിയോ ഞാൻ ഇറങ്ങി പോയത് മനസ്സിലായി ഇപ്പൊ തിരിച്ചു വന്നപ്പം ഇവ ഉച്ചോട്ടെ ഇവിടെ നമ്മളെ മേടിച്ചോണ്ടിരിക്കുവാ ഇപ്പോഴും നമുക്ക് അവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം. അമ്മാരത് പുറത്തിറങ്ങി ഇവർക്ക് പേടിയാ കൊറേ കടികള് വെച്ച് കൊടുത്തോണ്ടിരിക്കുവാ എടാ പരക്കൊല്ലം എല്ലാം കിട്ടും കൈ പിടിച്ചോണ്ടിരിക്കുക. മറ്റേ രണ്ട് വെടി ഇങ്ങോട്ട് ചെയ്തിട്ടില്ല പരിപാടി. ഏതൊക്കെ സേഫ് സോണെ കയറി വിളിച്ചിരിക്കുക. കൊച്ചു കുഞ്ഞിന്റെ അച്ഛനൊരു കച്ചവക പോയി കൊച്ചിയിലെ കൊച്ചരയിൽ കോടി കുത്തിപ്പോയി. ഹലോ കാറ്റാടി നേരത്തെ കുറച്ചും കൂടെ കിട്ടുമോ മറ്റേ സാധനം നേരത്തെ തന്നത്? പഴമുണ്ടാ? അവൻ നേരത്തെ ഞാൻ ഒരു വണ്ടി കയറിണ്ടായി അവൻ ഞങ്ങളടുത്ത് വണ്ടി എടുക്കാൻ വന്നിട്ടുണ്ട്. നിങ്ങളെടുത്തോ? ഓ പിന്നെ ഞങ്ങളിൽ അധികം ഇത് കണ്ണൊന്നുമില്ലാത്ത ഞങ്ങൾ പോയില്ല. ഓ അങ്ങനെയാന്നാ കാര്യങ്ങള്. നിങ്ങള് ചിരി ചീറിയിരുന്നോ? അവരെ സെയിം പരിപാടി അടിച്ചു അപ്പഴേ മനസ്സിലാവും. അടി കിട്ടുമെന്ന് അറിയില്ല, അതാണ് വാർക്കത്ത്. എടാ. വാതിറങ്ങൂലേ അയ്യോ താടി പിടിച്ച് തൂങ്ങട്ടാടാ പീട്ടറെ. മനുഷ്യന്മാരാണോ? എടാ വാറടിക്കുന്ന ഗ്യാങ്ങുകളല്ലാണ് TDM കളിക്കുന്നത്. ഇതെന്താ CDM പ്ലേയേഴ്സ് ആരാടാ വാറടിക്കാതെ ടീഡി കളിക്കുന്നത്? കുറച്ച് പയ്യന്മാര്. ചെലപ്പോ പേടിയായിരിക്കും. എനിക്ക് തോന്നുന്നു ഇന്ന് CM കൂൾ ഡൗൺ ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ CM-നെ പിടിച്ച് വലിയ പാവങ്ങളെ CM-നെയൊക്കെ തല്ലി ഇന്നലെ ഇന്നലെ ബ്രോ അടുത്ത് ചോദിച്ചായിരുന്നോ? ബ്രോ ആരാ? ഇവന്മാരെ പറ്റിയാണോ ഇവരെ പറ്റിയാണോ? നിങ്ങളാണോ വാറ കളിക്കാത്ത ടീം? ബ്രോയോട് ചോദിച്ചില്ലല്ലോ. എടാ ബ്രോ നിങ്ങളാണ് വാറ കളിക്കാത്ത ടീം? ഹലോ നമ്മളൊക്കെ വാറ കളിക്കാറുണ്ട്. ഇന്നലെ ഇല്ലെന്തിനാടാ നീ നമ്മളോട് ഉത്തരം പറയുന്നത്? നമ്മള് നിന്നോടാണ് ചോദിച്ചത്. ശരി കൊള്ളാം. എന്നോട് ചോദിക്കുമ്പോ നീ അങ്ങ് പറഞ്ഞാ മതി കേട്ടാ. നേരത്തെ രണ്ട് പല തന്നായിരുന്നു. തിന്നോത കയ്യിലുണ്ടോ? തിന്നല്ലേ കൊച്ചി കള്ളൻ. എന്തുപറ്റി ബ്രോ? എന്തുപറ്റി? വീണ്ടും എന്താ പ്രശ്നം? എന്താ ബ്രോ? ഹലോ ആ പറഞ്ഞോ ഉണ്ട്. എന്താ ബ്രോ പ്രശ്നം? ഹെൽമെറ്റ് തോന്നിക്കാം, ഒന്ന് ചിരിക്കണമായിരുന്നു. ഒന്നൂര് ബ്രോ, ബ്രോ മറ്റേ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? കുരങ്ങന്മാരെ സൗണ്ട് അത് നമുക്കുണ്ടാക്കാറിയോ? നിങ്ങൾ ബ്രോ അപ്പൊ എന്താണ് കഴിഞ്ഞ പ്രാവശ്യം CM-നെ അടിച്ചാ? ബ്രോ ഹലോ വായു അടഞ്ഞ എന്റെ അച്ചു പോടാ. താങ്ക് യുടാ, താങ്ക് യു. എനിക്ക് പെട്ടെന്ന് അവനെ ഫ്ലോയിൽ സംസാരിച്ചോളൂ. പോടാ പോടാ. എന്തൊരു ഗതികേടൊക്കെയാണ്. ചീടതി കയറാനൊക്കെ 25/25 എന്ന് കേറാനും. ആ ശത്രുവിൽ എല്ലാരും ഇങ്ങനെയാണോടാ? എന്താ ചെയ്യാ? അതാര് വിളിച്ചത്? രാജുബയുടെ സൗണ്ട് അല്ലടാ ഞാൻ കേട്ടത്.
ഹലോ സ്കേറ്റ് ബോർഡ് ബ്രോ പേരെന്താ? മനസ്സിലായോ? ഇതുണ്ടെങ്കിൽ അമ്മ എവിടെയാ അത്? മച്ചു സ്കേറ്റ് ബോർഡ് സ്കേറ്റ് ബോർഡ് മച്ചു രാജുഭായി മച്ചുവിന്റെ പേരെന്താ? റാംബോ പിപിയാ? ഫാമിലി ആണോ? ഏതാ? എടേ അടുത്ത കൊരങ്ങൻ. അതാ വേറെ കൊരങ്ങൻ നിപ്പുണ്ട് ഇവിടെ. അതാ സ്കേറ്റ് ബോർഡ് ഇട്ടോ, ഷർട്ട് ഇടാണ്ട് സ്കേറ്റ് ബോർഡ്. എടാ അവിടെ സ്കേറ്റ് ബോർഡ് ഇട്ടിട്ട് നിൽക്കുന്നുണ്ടോ? അത് പറ്റിയിട്ട് ആണാന്ന് റാംബോ പിപ്പി എന്റെ അടുത്ത് പേര് പറഞ്ഞ് ഗ്യാങ്ങും പറഞ്ഞു. ഇതാടാ ഇവിടെ മച്ചു ഒന്ന് മച്ചു റാംബോ എന്താ പരിപാടി? എന്താ പരിപാടി ഒന്നുമില്ല ബ്രോ. പരിപാടി ടീഡിയും കളിക്കാൻ വന്നേ? ബ്രോ ഇപ്പൊ കേറിയുള്ളൂ. ഓക്കെ ഓക്കെ. ക്ഷീണം ഉണ്ടല്ലോ, അടി കൊണ്ടുണ്ടെ ക്ഷീണം എനിക്ക് കുഴപ്പമില്ല. ഓക്കെ കാണാം തിരിച്ചൊന്നും പറയില്ല. പറഞ്ഞാലും ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് പോയിട്ട് ഏക്കിരുന്ന് ഒരിക്കും. സിബം നൂറില്ല അവന്മാർ നീട്ടി വലിച്ച് ചൂപ്പും. സൂക്ഷിച്ചൊക്കെ നെല്ല് വലിച്ചോണ്ടിരിക്കണം, വലിച്ചോണ്ടിരിക്കണം. അങ്ങനെ വൃത്തിയുടെ